ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയറിംഗ് നോളേജ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടൻസിയിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു ഫുൾ പ്രോബ്ലം ഞാൻ വളരെ വിശദമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളത് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ അതിന്റെ ഓരോ ഐറ്റംസും മനസ്സിലാക്കി നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലവും പിന്നീട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയാം. ഇപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന്. എന്നാലും അതറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ്, അതായത് സ്കൂളുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ള ഓർഗനൈസേഷൻസ് ഒരു ഒരു ഇയറിന്റെ അവസാനം, ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം എത്ര വരവ് വന്നു, എത്ര ചെലവുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവര് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും നമുക്കിനി അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ഒന്ന് നോക്കാം. ഇപ്പൊ സാധാരണ ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇതിൽ ഇൻകം ആൻഡ് എക്സ്പെൻസ്, വരവുകളും ചെലവുകളുമാണ് ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതുപോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ഒരു കാര്യം, അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയുള്ളതാണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് തരുന്നത്, അല്ലേ? സോ അതിൽ കുറെ ഐറ്റംസ് ഉണ്ടാകും. ഈ ഐറ്റത്തിൽ നിന്ന് റവന്യൂ നേച്ചറുള്ള ഐറ്റം മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ് ഈ റവന്യൂ ഐറ്റംസ് എന്ന് ബിഗിനേഴ്സിന് ഒരു സംശയം ഉണ്ടാവും, അല്ലേ? അതായത് റവന്യൂ എക്സ്പെൻസസും റവന്യൂ ഇൻകവും മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻസും ക്യാപിറ്റൽ ഇൻകവും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വിശദമാക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ആവശ്യമുള്ളവരാണെങ്കിൽ അത് കാണുക. എന്നാലും ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് പറയാം, റവന്യൂ ഐറ്റംസ്, റവന്യൂ ഇൻകം അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. അപ്പോൾ റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെലവുകളെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. സാലറി പെയ്ഡ്, റെന്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ്, ഇതെല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ചെലവുകളാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചെലവുകളെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നേച്ചർ ആദ്യം തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് അവയെ എടുക്കുക. നെക്സ്റ്റ്, എന്താണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്? റവന്യൂ ഇൻകം. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു റെഗുലർ ഇൻകം, സ്ഥിര വരുമാനമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് ലഭിക്കുന്നത്, വരിസംഖ്യ, എൻട്രൻസ് ഫീ നമുക്ക് ലഭിക്കുന്നത്. സോ ഇതുപോലെയുള്ള നേച്ചറുള്ള റെസിപ്റ്റുകൾ, ഇൻകം ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് വെക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒരു എക്സാമ്പിളും കൂടെ. ഇപ്പൊ ഒരു അസറ്റ് നമ്മൾ വിൽക്കുവാണ് എങ്കിൽ അതിൽ സംഭവിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം, അത് മാത്രമേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതിൽ എത്ര എമൗണ്ട് ലഭിച്ചു എന്നുള്ളത് ഇതിൽ ഉൾപ്പെടുത്തത്തില്ല. ഇപ്പൊ 10,000 രൂപയ്ക്ക് നമ്മൾ മേടിച്ച ഒരു ഫർണിച്ചർ കുറച്ച് വർഷം കഴിഞ്ഞ് വിൽട്ടപ്പോൾ നമുക്ക് 5,000 രൂപ കിട്ടി. അപ്പൊ നഷ്ടം എത്രയാണ്? 5,000 രൂപയാണല്ലോ. നഷ്ടമാണ്, 5,000 രൂപയുമാണ്. ആ നഷ്ടത്തിന്റെ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അല്ല, നമുക്ക് ടോട്ടൽ എത്ര കിട്ടിയെന്നുള്ളത് ഇവിടെ കാണിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് അക്കൗണ്ടിങ് ഇയറിലെ കാര്യങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ എന്നർത്ഥം. അതായത് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2020, ഒരു എക്സാമ്പിൾ 2020 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, ഒരു പക്ഷേ 2019 18 സബ്സ്ക്രിപ്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കാൻ പാടില്ല. ഏത് വർഷത്തെ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഇയറിൽ മാത്രമേ കാര്യങ്ങൾ എടുക്കാൻ പാടുള്ളൂ. സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ആ ഇയറിലെ സബ്സ്ക്രിപ്ഷൻ മാത്രം എടുക്കുക. നമുക്ക് പ്രിസീഡിങ് ഇയർ അതുപോലെ ഫോളോയിങ് പീരീഡ് ആണെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യുക, അത് മാറ്റി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ അക്കൗണ്ടിന്റെ അവസാനം പ്രിപ്പയർ ചെയ്യുമ്പോൾ അവസാനം ഒന്നുകിൽ നമുക്ക് ലഭിക്കുന്നത് സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അറിയാം എന്താണ് സർപ്ലസ്, എന്താണ് ഡെഫിസിറ്റ് എന്ന് സംശയം വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ലാസ്റ്റ് എന്താ വരിക, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും വരിക. അതുപോലെ തന്നെയാണ് ഇവിടെ ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമുക്കറിയാം രണ്ട് സൈഡ് ഉണ്ട് അല്ലേ, നമുക്ക് ഇൻകം സൈഡും ഉണ്ട്, എക്സ്പെൻസ് സൈഡും ഉണ്ട്. അപ്പൊ ഇതിൽ ഇൻകം സൈഡാണ് കൂടി നിൽക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ ഐറ്റംസും കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഇൻകം സൈഡാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്നാണ് പറയുന്നത്. അതല്ല എക്സ്പെൻസ് സൈഡാണ് കൂടി നിൽക്കുന്നതെങ്കിലോ, അതായത് ഡെബിറ്റ് സൈഡ്, നമ്മൾ അതിനെ ഡെഫിസിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ആവും, ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ആവും. അതായത് സർപ്ലസ് ആണെങ്കിൽ ഈ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം അത് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഡെഫിസിറ്റ് ആണെങ്കിലോ ക്യാപിറ്റൽ ഫണ്ടിൽ നമ്മൾ കുറയ്ക്കും, ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലായല്ലോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സും കൂടി ഞാനിവിടെ പറയാം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓക്കെ, ബാങ്കിന്റെയോ ക്യാഷിന്റെയോ ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസും ചിലപ്പോൾ തന്നിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതൊന്നും നമ്മൾ ഇവിടെ എടുക്കാൻ പാടില്ല. അതുപോലെ ക്യാപിറ്റൽ നേച്ചറിലുള്ള പേയ്മെന്റ്സും റെസിപ്റ്റും നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, നെക്സ്റ്റ് റവന്യൂ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ കറണ്ട് ഇയർ. നമ്മുടെ ഏത് വർഷമാണോ നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഇയറുമായി ബന്ധപ്പെട്ട റവന്യൂ എക്സ്പെൻസസ് മാത്രം, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലായിരിക്കും ഇതുണ്ടായിരിക്കുക. ഓക്കെ, അത് മാത്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യാം. അതല്ലാതെ ഫോളോയിങ് ഇയറോ പ്രിസൈഡിങ് ഇയറോ ഉപയോഗിക്കാൻ പാടില്ല, അതിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് റവന്യൂ ഇൻകം, അതും അതുപോലെ കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകം മാത്രം. നമ്മുടെ ക്വസ്റ്റ്യൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് അതുപോലെ റവന്യൂ ഇൻകം, കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകം മാത്രം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഉപയോഗിക്കാം. അവിടെയും അതുപോലെ പ്രിസൈഡിങ് ഇയറിലെ കാര്യങ്ങളോ ഫോളോയിങ് ഇയറിലെ കാര്യങ്ങളോ എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്, നമുക്ക് ഡെപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, അക്രൂഡ് ഇൻകം, അഡ്വാൻസ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൊടുത്ത് വേണം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ പ്രോബ്ലം ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡെഫിസിറ്റ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. അതെന്ത് ചെയ്യും, നമ്മൾ നേരെ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്, അതായത് ക്യാപിറ്റൽ ഫണ്ടിനോട് സർപ്ലസ് ആഡ് ചെയ്യും. അതല്ല ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, മീൻസ് എക്സ്പെൻസ് സൈഡാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിനെ ഡെഫിസിറ്റ് എന്ന് പറയും. അത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതായത് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതായത് ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ നമുക്ക് ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മളിങ്ങനെ കൊടുക്കാം, അത് നമുക്ക് ആ ക്ലബിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പേര് കൊടുക്കും. അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്, നമുക്ക് ഏത് വർഷം അവസാനമാണോ അതിന്റെ അതവിടെ കൊടുക്കും. ഫോർ എക്സാമ്പിൾ 31 മാർച്ച് 2020 ആണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കും. അതുപോലെ നമുക്ക് ഇതിൽ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഒന്ന് ഡെബിറ്റ് സൈഡും മറ്റൊന്ന് ക്രെഡിറ്റ് സൈഡും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്ക് നോക്കി മൊത്തം 4 കോളം, എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്. ഓക്കെ, അതായത് ഡെബിറ്റ് സൈഡിലായിരിക്കും എക്സ്പെൻഡിച്ചർ വരിക, ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഇൻകം വരിക. നിങ്ങൾ ബിഗിനേഴ്സ് ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ കോളത്തിൽ എന്താണ് എഴുതുന്നത്, എക്സ്പെൻഡിച്ചർ ആണ് എഴുതുന്നത്. അതായത് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആണ്, എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. അത് തെറ്റല്ലേ, അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നും, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും റവന്യൂ നേച്ചറിലുള്ള എല്ലാ എക്സ്പെൻസസും
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഓർഗനൈസേഷന് സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എക്സ്പെൻസസ്, ആ ഒരു നേച്ചർ. ഇപ്പൊ നമ്മൾ സാലറി, ചാരിറ്റി കൊടുക്കുന്നത്, റെന്റ് പേ ചെയ്യുന്നത്, ഡൊണേഷൻ നമ്മൾ പേ ചെയ്യുന്നത്, സ്റ്റേഷനറിക്ക് നമ്മൾ എമൗണ്ട് ചെലവാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ റവന്യൂ റെസിപ്റ്റ്, നമുക്ക് റെഗുലർ ഇൻകം, നമ്മുടെ ഓർഗനൈസേഷനിൽ തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ, നമ്മൾ സബ്സ്ക്രിപ്ഷനിലൂടെ ആണെങ്കിലോ, ഡൊണേഷൻ റിസീവ് ചെയ്യുന്നത്, അഡ്മിഷൻ ഫീസ് റിസീവ് ചെയ്യുന്നത്, ഗ്രാൻഡ് റിസീവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വരുമാനം, അതിന്റെ നേച്ചറിലൊക്കെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇൻകം സൈഡിലും കൊടുക്കും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതിന്റെ ബാലൻസിങ് ഫിഗർ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം സൈഡാണ് കൂടുതൽ, നമുക്ക് കൂട്ടി രണ്ട് സൈഡും കൂട്ടി എടുക്കുമ്പോൾ ഇൻകം സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്നായിരിക്കും പറയുക. അതല്ല എക്സ്പെൻസ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡെഫിസിറ്റ് എന്നായിരിക്കും പറയുക. ഇത് രണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെയാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് വർക്ക്ഔട്ട് ചെയ്ത് നമുക്കിത് പഠിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. നെജീസ് ക്ലബിന്റെ റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, ഫോർ ദ ഇയർ എൻഡഡ് March 31, 2016. അതോടൊപ്പം തന്നെ നോക്കി നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു 6 അഡീഷണൽ ഇൻഫർമേഷൻസ്, അതായത് അഡ്ജസ്റ്റ്മെന്റ്സും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ഐറ്റം എടുക്കുമ്പോഴും അഡീഷണൽ ഇൻഫർമേഷനും കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കിയിട്ട് വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇയർ ഏതാണെന്ന് നോക്കിയിരിക്കാം. അക്കൗണ്ടിങ് ഇയർ ഏതാണ്, നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, March 31, 2016. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏതായിരിക്കും, April 1, 2015. അപ്പോൾ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 2015 April 1 മുതൽ 2016 March 31 വരെയുള്ള കാലയളവിലെ റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ ഞാനിത് എടുത്തു പറയേണ്ട കാരണം, ഇയർ എടുത്തു പറയേണ്ട കാരണം, ഇവിടെ നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇയർ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇയർ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി, നമുക്ക് റെസിപ്റ്റും പേയ്മെന്റും 2 സൈഡ് ഉണ്ട്. നമുക്ക് ആദ്യം നമ്മൾ നോക്കാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യണം, അത് ഇവിടെ എടുക്കാൻ പാടില്ല. ഓക്കെ, നോക്കിയേ, ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് 25,000. അതുപോലെ ബാങ്കിന്റെയും ക്യാഷിന്റെയും ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുക്കാൻ പാടില്ല. ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് എടുക്കാൻ പാടില്ല. ബാലൻസ് ബാങ്കിന്റെയോ ക്യാഷിന്റെയോ ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ തന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത് നമുക്ക് നോക്കാം, സബ്സ്ക്രിപ്ഷൻ ആണല്ലേ. സബ്സ്ക്രിപ്ഷൻ നോക്കി 3 വർഷത്തെ തന്നിട്ടുണ്ട്, 14, 15, 15, 16, 16, 17. അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ഏതാണ്, 15, 16 അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് അക്കൗണ്ടിങ് ഇയറിലാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് ഇവിടെ എടുക്കാം. റെസിപ്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ ഏത് സൈഡിൽ കൊടുക്കും, ഇൻകം സൈഡിലാണ് അത് എഴുതാനുള്ളത്. റെസിപ്റ്റ് എല്ലാം തന്നെ ഇൻകം സൈഡിലും പേയ്മെന്റ് എല്ലാം തന്നെ എക്സ്പെൻസ് സൈഡിലുമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഈ അക്കൗണ്ടിങ് ഇയറിൽ 2015, 16 10,000. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. നോക്കി, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻസ് അക്രൂഡ് 400 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വർഷം കിട്ടാനുള്ള എമൗണ്ട് ആണ് 400. അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ് 400. അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 10,000ന്റെ കൂടെ തന്നെ 400 കൂടെ ആഡ് ചെയ്ത് വേണം നമ്മളിവിടെ കളിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്കത് എഴുതാം. സബ്സ്ക്രിപ്ഷൻ ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ആദ്യം എത്രയായിരുന്നു, 10,000. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അക്രൂഡ് ഇൻകം ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എത്രയാണ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം നമുക്ക് പറഞ്ഞിരിക്കുന്നത് 400 ആണ്. അപ്പൊ നമുക്ക് 400 കൂടെ, ഇത് രണ്ടും കൂടെ, ഈ സബ്സ്ക്രിപ്ഷനും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകവും കൂടെ, നമ്മുടെ ഈ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻസ് അക്രൂഡ് എന്ന കിട്ടാനുള്ള, ഈ വർഷം കിട്ടാനുള്ള ഇൻകവും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് 10,400 ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ ആണോ, ഈ 10,400 എങ്ങനെ വന്നതെന്നുള്ളത്? ഓക്കെ, സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് ഈ വർഷത്തെ കാര്യമാ, ഈ വർഷം നമുക്ക് കിട്ടാനുള്ളതാണ്, കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ അത് കൂടെ ആഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്
നോക്കി അടുത്ത ഐറ്റം ഏതാണ്? ഡൊണേഷൻ ആണ് അല്ലേ? ഡൊണേഷൻ 2000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റവന്യൂ ഐറ്റംസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതായത് സ്പെസിഫിക് ഡൊണേഷൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ജനറൽ ഡൊണേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കിവിടെ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് ഇതിനെ എടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഐറ്റം ഇവിടെ കാണിക്കാം. ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഡൊണേഷൻ എത്രയാണ്? ശരിക്കും 2000 ആണ്. നമുക്ക് ആ എമൗണ്ടും നമ്മളിവിടെ എഴുതി. അതിന്റെ ഇവിടെ നമുക്കിവിടെ ഒന്നും അഡീഷണൽ ഇൻഫർമേഷൻ ഇട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഹോൾ റെന്റ് ആണ് അല്ലേ? അപ്പൊ ഹാൾ റെന്റ് എത്രയാ പറഞ്ഞിരിക്കുക? 300 ആണ്. അതിനെപ്പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അതുകൊണ്ട് ഹാൾ റെന്റ് അതുപോലെ എഴുതാം. അത് നമ്മൾ കൊടുത്തു. ഹാൾ റെന്റ് 300. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് 480 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടോ നോക്കാം. അതായത് അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ്? ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വർഷം നമുക്ക് കിട്ടിയ കാര്യമാണ് ഈ കാത്തിരിക്കുന്നത് 450. ഈ വർഷം കിട്ടാനുള്ളത് ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം 150 ആണ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് വേണം കാണിക്കാൻ. നമുക്കത് എഴുതാം. അപ്പൊ ബാങ്ക് ഡിപ്പോസിറ്റ്, അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റാ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് അറിയാൻ വേണ്ടി എഴുതുന്നതേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് നമുക്ക് എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 450 ആണ്. നമുക്ക് ആഡ് ചെയ്യാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എത്രയാണ്? 150. ഓക്കെ, ഞാനിവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എഴുതിയിരിക്കുന്നത് ഇതാണ്. ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ കിട്ടാനുള്ള ഇൻകം, അതാണ് ഞാനിവിടെ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 450 150 കൂടെ ആഡ് ചെയ്ത് നമുക്ക് 600 ആയിട്ട് ഇവിടെ എഴുതാം. അതിന്റെ കാര്യം ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ 1000 എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അഡീഷണൽ ഇൻഫർമേഷനിൽ? 50% ഓഫ് എൻട്രൻസ് ഫീ ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ലഭിച്ച 1000 ആണ്, അതിൽ 50% ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ റെസിപ്റ്റിലേക്ക് അത് മാറ്റണം. എന്നിട്ട് റവന്യൂ റെസിപ്റ്റിൽ 50% എടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമുക്കത് കാൽക്കുലേറ്റർ വേണം ഇവിടെ എഴുതാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? 1000 ആണ്. പക്ഷെ നമുക്കുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ 50% എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 50% ഓഫ് 1000 വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അറിയാൻ വേണ്ടി ഇവിടെ എഴുതുന്നതേ ഉള്ളൂ. 1000ന്റെ 50% ഞാനിവിടെ എഴുതുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ 500 എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായല്ലോ. 50% ഓഫ് എൻട്രൻസ് ഫീ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നത് കൊണ്ട് 1000ന്റെ 50% ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് റെസിപ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി അല്ലേ? നമ്മളിപ്പോൾ ബാലൻസ് എഴുതിയില്ല, സബ്സ്ക്രിപ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, ഹാൾ റെന്റ് കൊടുത്തു, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് കൊടുത്തു, എൻട്രൻസ് ഫീയും കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പേയ്മെന്റ് സൈഡ് നോക്കാം. പേയ്മെന്റ് സൈഡ് എവിടെ എഴുതേണ്ടത്? എക്സ്പെൻഡിച്ചർ സൈഡ്. നമ്മൾ എഴുതുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻസ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്, ഡെബിറ്റ് സൈഡിൽ അല്ലേ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ പേയ്മെന്റ് സൈഡിലെ ഫസ്റ്റ് വൺ നോക്കാം. ബൈ പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഓർത്തിരിക്കുക, ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല, ക്യാപിറ്റൽ എക്സ്പെൻസിനകത്ത് വരുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മളൊരു ഫർണിച്ചർ 2015 പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് ആ ഒരു വർഷം മാത്രമല്ല നിലനിൽക്കുന്നത്, പിന്നെയോ അതിന്റെ കാലയളവ് എത്ര വർഷം അത് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും വർഷം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് ക്യാപിറ്റൽ എക്സ്പെൻസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നമ്മൾ എടുക്കത്തില്ല. കാരണം ഇവിടെ റവന്യൂ റെസിപ്റ്റ്സ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. റവന്യൂ അല്ലെങ്കിൽ റെസിപ്റ്റ്സോ അല്ലെങ്കിൽ റവന്യൂ പേയ്മെന്റ്സോ മാത്രമേ നമ്മളിവിടെ എടുക്കാറുള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, ബൈ സാലറീസ്. അപ്പോൾ സാലറി നമുക്ക് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ എടുക്കാം. റവന്യൂ എക്സ്പെൻസ് ആണ്. നോക്കിയ സാലറി 2000 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 1500 എന്നുള്ളത് ഈ വർഷം 1500 രൂപ നമുക്ക് കിട്ടാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് കാണിക്കാം. ഫസ്റ്റ് എക്സ്പെൻസ് സൈഡിൽ സാലറി എന്ന് എഴുതിയിട്ട് നമുക്ക് ആ എമൗണ്ട് ഇവിടെ കാണിക്കാം, 2000. നെക്സ്റ്റ് ആഡ് ചെയ്യാം. ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 1500 നമ്മൾ ആഡ് ചെയ്തു. 1500 ആഡ് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് നമ്മൾ രണ്ടും കൂടെ 2000 1500 കൂടെ ആഡ് ചെയ്ത് 3500 നമ്മളിവിടെ കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ ടെലിഫോൺ എക്സ്പെൻസ്. ഇപ്പം 300 ടെലിഫോൺ എക്സ്പെൻസ്. നമുക്ക് അതിവിടെ കൊടുക്കാം. ടെലിഫോൺ എക്സ്പെൻസ് 300. നെക്സ്റ്റ് എന്താണ്? ഇലക്ട്രിസിറ്റി ചാർജസ് 600. ഓക്കെ, അത് നമുക്കിവിടെ കൊടുക്കാം. ഇലക്ട്രിസിറ്റി ചാർജ് 600. നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് 600 കൊടുത്തു. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 150. ആ 150 ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? പർച്ചേസ് ഓഫ് ബുക്സ്. ഇപ്പൊ നെജീസ് ക്ലബ് ആണല്ലേ, അപ്പൊ ബുക്സ് പർച്ചേസ് ചെയ്തത് അവരുടെ അസറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ക്യാപിറ്റലിലാണ് വരുന്നത്. നമുക്ക് റവന്യൂ നേച്ചർ അല്ല അതിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കത്തില്ല. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് എത്രയാണ്? 900. അപ്പോൾ നോക്കി ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിലുണ്ട് എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 500 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്നുള്ള കാര്യം നമ്മൾ കൊടുക്കാനുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? 900 ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, എക്സ്പെൻസ് ആഡ് ചെയ്യണം. കാരണം നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ അത് പറഞ്ഞിട്ടുണ്ട് 500. അപ്പോൾ 500 കൂടെ ആഡ് ചെയ്ത എമൗണ്ട് വേണം നമ്മളിവിടെ കാണിക്കാൻ. ഓക്കെ, 900 500 കൂടെ ആഡ് ചെയ്തിട്ട് 1400 ആ എമൗണ്ട് നമ്മളിവിടെ കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബൈ പർച്ചേസ് ഓഫ് 5% ഗവൺമെന്റ് പേപ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1/9/2015 5% ഗവൺമെന്റ് പേപ്പേഴ്സ് ഈ നെജീസ് ക്ലബ്ബ് പർച്ചേസ് ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ പർച്ചേസ് ചെയ്ത സമയം മുതൽ അവർ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് തരുവാണ്. ആക്ച്വലി നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുവാണെന്നുള്ളതാണ് അർത്ഥം. നമ്മളത് പർച്ചേസ് ചെയ്തെന്നുള്ള സത്യമാണ്, പക്ഷെ ആ സമയം മുതൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് നെജീസ് ക്ലബിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകം സൈഡിൽ വേണം അത് കാണിക്കാൻ. ഓക്കെ, ബിഗിനേഴ്സ് ഈ കാര്യം ശ്രദ്ധിക്കുക. പർച്ചേസ് ഓഫ് 5% ഗവൺമെന്റ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്മേൽ നമുക്ക് അവർ ഇൻട്രസ്റ്റ് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഏത് സൈഡിൽ കാണിക്കണം? ഇവിടെ പേയ്മെന്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നതായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻകം സൈഡിലാണ് അത് കാണിക്കാനുള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കൊടുക്കുക, ഇൻട്രസ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രം ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണ്. ബ്രാക്കറ്റിൽ അത് കാണിക്കാം. 5% ഗവൺമെന്റ് പേപ്പർ നിങ്ങൾക്കൊന്ന് അറിയുന്നതിന് വേണ്ടി ഞാനിവിടെ കൊടുക്കുവാണ്. ഓക്കെ, ഇത് എങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് നമുക്ക് നോക്കാം. 1/9/2015 നമ്മൾ പർച്ചേസ് ചെയ്തത് അല്ലേ. അപ്പൊ നമുക്ക് ആ മാസം മുതലാണ് ഇൻട്രസ്റ്റ് കിട്ടി തുടങ്ങിയത്. അപ്പൊ 9ാം മാസമാണ്. പക്ഷെ നമ്മൾ സാമ്പത്തിക വർഷം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 4ാം മാസം. 1/4/2015 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/9/2015 മുതൽ 31/3/2016 വരെ മാത്രമേ, അതായത് 6 മാസത്തെ കാലയളവിൽ മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഓക്കെ, 1/4 സാമ്പത്തിക വർഷം തുടങ്ങിയത്, പക്ഷെ നമ്മൾ 1/9 പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ അത് അവസാനിക്കുന്നത് വരെ, ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് വരെ 2016 മാർച്ച് 31 വരെയുള്ള 6 മാസത്തെ കാലയളവിൽ മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്രയാണ്. നമുക്ക് അതിന്റെ എമൗണ്ട് 8000 ആണ്. സോ 8000 ഇൻറ്റു നമുക്ക് ആദ്യം എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ്, എത്ര പെർസെൻറ്റേജ് ആണ്? 5%. സോ 5/100.
ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇടുവാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, 9-ാം മാസം മുതലാണ്. അപ്പൊ നമുക്ക് 6 മാസത്തെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ 6/12 അതുകൂടെ അവിടെ കൊടുക്കണം. കാരണം മൊത്തം 12 മാസം, അതിൽ 6 മാസത്തത് നമുക്ക് മതി, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ 8000 × 5/100 × 6/12. ഈ 5/100 എന്ന് പറയുന്നത് 5% ആണ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. 6/12 എന്ന് പറയുന്നത് 12 മാസത്തിൽ നമ്മൾ 6 മാസമേ എടുക്കുന്നുള്ളൂ. കാരണം 9-ാം മാസം മുതലാണ് നമുക്കിത് കിട്ടി തുടങ്ങിയത്. അത് അവസാനിക്കുന്നത് 2016 മാർച്ച് 31 6 മാസത്തെ കാലയളവ്. അതുകൊണ്ടാണ് ഇവിടെ 6/12 എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിവിടെ എത്രയാണ് എമൗണ്ട് നമുക്ക് എഴുതാനുള്ളത്? 8000 × 5/100 × 6/12. നമുക്ക് 200 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. മിസലേനിയസ് എക്സ്പെൻസ് 600. അപ്പൊ നമുക്ക് പേയ്മെന്റ് ആണ്, നമുക്ക് ഈ സൈഡിലാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെൻസ് സൈഡിലാണ് എഴുതേണ്ടത്. മിസലേനിയസ് എക്സ്പെൻസ് അതെത്രയാണ്? 600. ഓക്കെ, നമ്മൾ അതും എഴുതി. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് പേയ്മെന്റ് സൈഡിലെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് നോക്കാം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സും കംപ്ലീറ്റ് ആയി. ഒന്ന് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കൊടുത്തു, എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് കൊടുത്തു, എൻട്രൻസ് ഫീ 50% ക്യാപിറ്റലൈസ് ആണെന്നുള്ളതും കൊടുത്തു. നമുക്ക് ഒന്നുകൂടെ കൊടുക്കാനുണ്ട് ഇവിടെ അല്ലേ? ഫർണിച്ചർ ഈസ് ടു ബി ഡെപ്രീഷിയേറ്റഡ് അറ്റ് 10% പെർ ആനുവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആനുവലി 10% ഡെപ്രീസിയേഷൻ ഫർണിച്ചറിന് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പെൻസ് ആണല്ലോ, അത് ഡെപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ എക്സ്പെൻസ് സൈഡിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം അപ്പോൾ അറിയണം, ഈ ഫർണിച്ചർ എപ്പോഴാണ് മേടിച്ചെന്നുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി, ഈ പർച്ചേസ് ഫർണിച്ചർ എപ്പോഴാണ്? 5000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. 1/7 നമ്മുടെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4 പക്ഷെ 1/7 മുതലാണ് നമ്മളത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തത്. അപ്പൊ ആ മാസം മുതലുള്ള കാര്യമാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കാനുള്ളത്. അതായത് 1/7/2015 മുതൽ 31/3/2016 വരെ ഉള്ള 9 മാസത്തെ കാലയളവിലെ ഡെപ്രീസിയേഷൻ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ ആണോ? എങ്ങനെ കിട്ടിയത്? ഈ 9 മാസം ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് 7-ാം മാസം മുതലാണ്. അപ്പൊ അത് മുതലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാമ്പത്തിക വർഷം തുടങ്ങിയിരിക്കുന്ന 4-ാം മാസമാണെങ്കിലും ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് 7-ാം മാസം ആയതുകൊണ്ട് 1/7/2015 മുതൽ 31/3/2016 വരെയുള്ള 9 മാസത്തിലെ ഡെപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെൻസ് ആണല്ലോ ഡെപ്രീസിയേഷൻ, സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. ഓക്കെ, നമ്മൾ എമൗണ്ട് ഫസ്റ്റ് 5000, സോറി 5000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ അനുസരിച്ച് 10% ആണ്. സോ 10/100. ഓക്കെ, ഇൻറ്റു നമുക്ക് മാസം കൂടെ നോക്കണം. എത്ര മാസമാണ്? 9 മാസങ്ങളിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ 9/12. 9/12 എങ്ങനെ കിട്ടുന്നത് മനസ്സിലായല്ലോ? മൊത്തം 12 മാസം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 9 മാസത്തെ കാര്യം. അതായത് 7-ാം മാസം മുതൽ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് വരെയുള്ള കാലയളവ്. അതുകൊണ്ടാണ് ഇവിടെ 9/100 9/12 കൊടുത്തിരിക്കുന്നതിന് കാരണം. ഓക്കെ, 5000 എമൗണ്ട്, 10% നമുക്കത് പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണ് ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. 9/12 എന്ന് പറയുന്നത് മാസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 12 മാസത്തിൽ നമുക്ക് 9 മാസത്തത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും 375 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒന്ന് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും 4000 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതുപോലെ ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, സോറി ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്ത് ഈ ഒരു സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 6925 ആണ്. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഇൻകം സൈഡാണ് കൂടുതൽ, സോ സർപ്ലസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സർപ്ലസ് എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് സൈഡും ഇക്വേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സർപ്ലസ് നമുക്കിവിടെ എഴുതാം. ഓക്കെ, അതായത് ഈ 14000 നിന്ന് ഇവിടെ കൂട്ടി കിട്ടിയ എമൗണ്ട് 6925 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7075 എന്ന് കിട്ടും. നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ
നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 14,000 എന്നുള്ളത് രണ്ട് സൈഡും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ശരിക്കും ക്രെഡിറ്റ് സൈഡ് ഇൻകം ഓൺ സൈഡാണ് കൂടുതൽ, അതുകൊണ്ട് സർപ്ലസ് ആണ്. നമ്മൾ 7,075 എന്ന ആൻസർ കിട്ടി. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒരു കൂടെ ഞാൻ പറയാം. ആദ്യം നമ്മൾ ഇൻകം സൈഡ് ആഡ് ചെയ്ത് എഴുതി 14,000. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സൈഡ് ആഡ് ചെയ്ത് നോക്കി. ഇത്രയും ഭാഗം 375 വരെയുള്ള ഇത്രയും ഭാഗം നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 6,925 കിട്ടി. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇൻകം സൈഡാണ് കൂടുതലെന്നുള്ളത്. സോ നമുക്ക് രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യണം. അതിലേക്ക് വേണ്ടിയിട്ട് ഈ 14,000-ൽ നിന്ന് ഇത്രയും ഭാഗം കൂട്ടി കിട്ടിയ 6,925 ഞാൻ മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോഴത്തേക്കുമാണ് എനിക്ക് 7,075 കിട്ടിയത്, അതായത് സർപ്ലസ് എന്നുള്ള രീതിയിൽ. രണ്ട് സൈഡും ഞാൻ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇത് സർപ്ലസ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.